ഒരിക്കൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ സഹായിയായ അസ്ലമിനോടൊപ്പം രാത്രിയിൽ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ജനങ്ങളുടെ അവസ്ഥ അറിയാൻ ഇറങ്ങിത്തിരിച്ചു. എല്ലാവരും ഉറങ്ങുന്ന ആ നിശബ്ദതയിൽ ദൂരെയൊരു കുടിലിൽ നിന്ന് കുട്ടികളുടെ കരച്ചിൽ അദ്ദേഹം കേട്ടു. അദ്ദേഹം ആ കുടിലിനടുത്തേക്ക് ചെന്നു. അവിടെ ഒരു സ്ത്രീ അടുപ്പിൽ പാത്രം വെച്ച് എന്തോ വേവിക്കുന്നുണ്ട്. കുട്ടികൾ വിശന്ന് കരഞ്ഞുകൊണ്ട് ആ പാത്രത്തിന് ചുറ്റും ഇരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് ചോദിച്ചു, ഉമ്മ, എന്തുകൊണ്ടാണ് ഈ കുട്ടികളിങ്ങനെ കരയുന്നത്? ആ സ്ത്രീ സങ്കടത്തോടെ മറുപടി പറഞ്ഞു, അവർ വിശപ്പ് സഹിക്ക വയ്യാതെ കരയുകയാണ് മോനെ. പിന്നെ എന്താണ് ആ അടുപ്പിൽ വേവുന്നത്? അതവർക്ക് കൊടുത്തുകൂടെ? ഖലീഫ വീണ്ടും ചോദിച്ചു. സ്ത്രീയുടെ കണ്ണ് നിറഞ്ഞു. അവർ പറഞ്ഞു, അതിലൊന്നുമില്ല മോനെ, വെറും വെള്ളവും കുറച്ച് കല്ലുകളും മാത്രമാണുള്ളത്. ഭക്ഷണം റെഡിയാകുന്നുണ്ടെന്ന് കരുതി അവർ ഉറങ്ങിക്കൊള്ളും എന്ന് കരുതി ഞാനവരെ പറ്റിക്കുകയാണ്. കൂടാതെ അവർ പറഞ്ഞു, ഈ ഖലീഫ ഉമർ ഞങ്ങളുടെ അവസ്ഥ അറിയുന്നില്ലല്ലോ. അല്ലാഹു ഇതിന് അദ്ദേഹത്തോട് ചോദിക്കട്ടെ. തൊട്ടുമുന്നിൽ നിൽക്കുന്നത് ഖലീഫയാണെന്ന് ആ ഉമ്മ അറിഞ്ഞിരുന്നില്ല. അവരുടെ വാക്കുകൾ കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു നടുങ്ങിപ്പോയി. അദ്ദേഹം വേഗം മദീനയിലെ പൊതുഭണ്ഡാരത്തിലേക്ക് ബൈത്തുൽ മാൽ ഓടിച്ചെന്നു. ഒരു വലിയ ചാക്ക് ഗോതമ്പും ഈത്തപ്പഴവും നെയ്യുമെടുത്തു.